ഡാർലിങ്സ്, ഇന്ന് അമ്മുട്ടിയും അമ്മയും കൂടി പപ്പയുടെയും അച്ഛമ്മയുടെയും കൂടി ചാടിത്തുള്ളി ഒരിടം വരെ പോവാണ്. പപ്പയും അച്ഛമ്മയും പോകുന്നത് ഗിരിധർ ഹോസ്പിറ്റലിലേക്കാണ്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ലുലുവിൽ ഇറങ്ങി. അമ്മുട്ടി കുറേ ദിവസമായി പറയുന്ന ലുലു പോണം ലുലു പോണമെന്ന്. എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അമ്മൂട്ടി എന്നും ലുലുവിലാണെന്ന്. എവിടെ, അമ്മൂട്ടി ലുലുമാൾ ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ. ഞങ്ങളുടെ കൊടുങ്ങല്ലൂർ കുറച്ച് കുഞ്ഞു കുഞ്ഞു മാളുകളുണ്ട്. ലുലുവിൻ്റെ തന്നെ ചെറിയൊരു വെർഷനായിട്ടുള്ള വൈ മാളും പിന്നെ സെൻട്രോ മാള്, അങ്ങനെ അവിടെയൊക്കെ പോയിട്ടുണ്ടെന്നല്ലാതെ അമ്മൂട്ടി ലുലു മാളിൽ പോകുന്നത് ഇത് ആദ്യമായിട്ടാണ്. എങ്ങനെയോ ആൾക്ക് ഈ വാക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞു കേട്ടെടുത്തുള്ള വെച്ചിട്ട് ലുലു 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 എന്ന് കുറേ നാളായി എന്നോട് പറയുന്നു, അമ്മ ലുലു മാളിലോ ഒന്ന് പോയാലോ. അപ്പം ഞാൻ ചോദിച്ചു, നിനക്ക് എവിടെ നിന്നാണ് ഈ ലുലു മാൾ കിട്ടിയെന്ന്. അതറിയില്ല, ലുലു മാൾ ഉണ്ടെന്ന് ആൾക്കറിയാം. അങ്ങനെ ഇന്നാണ് അമ്മൂട്ടിയുടെ സ്വപ്നം സഫലമായ ദിവസം. ഓഹോ, എന്തോരം കടകൾ! എല്ലാവരുടെയും കയറി അമ്മൂട്ടി ഇങ്ങനെ വരുകുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഇതൊന്നും എടുക്കാൻ പറ്റൂല അമ്മൂട്ടി, നമ്മുടെ കയ്യിൽ കൊത്തൊതുങ്ങുന്നല്ലേ കൊത്താവൂ. അമ്മൂട്ടിയും അമ്മയും പല ഫുഡ് കോർട്ടുകളിലും കയറി ഇറങ്ങി ആവശ്യത്തിന് ഫുഡ് അടിച്ചു. കുഞ്ഞു കുഞ്ഞു ഷോപ്പിംഗ് ഒക്കെ ഞങ്ങൾ നടത്തി കേട്ടോ. പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഞാൻ പറയും നമുക്ക് പിന്നെ വരാമെന്ന് പറഞ്ഞ് പറ്റിക്കും. അപ്പം ഇപ്പോൾ അവിടെ കുറേ സാധനങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്, പിന്നെ വരുമ്പോൾ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട്. പിന്നെ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല ഗൈസ്. ഈ പാവക്കുട്ടി എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ആവട്ടെ എന്ന് വെച്ച് പോന്നു. അവിടെ നിന്ന് പോന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്തിരി സങ്കടമായി. അത് എടുക്കായിരുന്നു. ലുലുവിൻ്റെ ഹൈപ്പ് അതിനോട് ചേർന്നുള്ള കുറച്ച് ഷോപ്പുകളാണ് ഇതൊക്കെ നല്ല നല്ല അടിപൊളി സാധനങ്ങളുണ്ട്. ഈ പെട്ടി അമ്മൂട്ടി നോക്കി വെച്ചിട്ടുണ്ട്. അമ്മൂട്ടിക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മമ്മി പ്രോമിസും ചെയ്തിട്ടുണ്ട് പിന്നെ മേടിച്ചു കൊടുക്കാമെന്ന്. എനിക്ക് തോന്നുന്നു കുട്ടിയുടെ വ്ളോഗ്സൊക്കെ കുറേ കാണാറുണ്ട്. അതിലൊക്കെ ഇങ്ങനെ ഒരു ബാർബി ഡോൾ ഒരു പെട്ടി അവർ വലിച്ചുകൊണ്ട് ട്രിപ്പൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ സാധാരണ ട്രിപ്പൊക്കെ പോകുമ്പോൾ മമ്മിയുടെയും പപ്പിയുടെയും പെട്ടിയുടെ ഒരു സൈഡിൽ അമ്മൂട്ടിയുടെയും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അമ്മൂട്ടിക്ക് സ്വന്തമായിട്ട് വലിച്ചുകൊണ്ട് പോകാനൊരു പെട്ടിയില്ല. പാവം അമ്മൂട്ടി. അമ്മൂട്ടി നല്ല ഇൻട്രസ്റ്റഡ് ആണ് കേട്ടോ. പിന്നാലെ നടന്ന് എനിക്ക് വയ്യാതായി. ഇവളിത് പണ്ടേ അറിയാവുന്ന സ്ഥലം പോലെ കറങ്ങി നടക്കാം, ഞാൻ അവളുടെ പിന്നാലെ നടക്കാം. പിള്ളേർക്ക് അങ്ങനെ ക്ഷീണം അറിയില്ലല്ലോ. നമ്മളങ്ങനെയാണോ 30 കഴിഞ്ഞ് നമുക്ക് അവിടെ ഇവിടെ കിടപ്പ്, കാലുവേദന. പക്ഷെ മമ്മി എന്നാലും അതൊന്നും പുറത്ത് കാണിച്ചില്ല കേട്ടോ. പിന്നാലെ തന്നെ പോയി കുറേ KFC ഷോപ്പിൽ ഞങ്ങൾ കയറിയില്ല കേട്ടോ. KFC ഞങ്ങൾക്ക് ഇപ്പം ഇത്ര താല്പര്യം കുറവാണ്. എന്നാലും മമ്മൂട്ടി പറഞ്ഞതുകൊണ്ട് ഞങ്ങളൊരു ബർഗർ കഴിച്ചു. KFC എന്നല്ല കേട്ടോ, അതിൻ്റെ അടുത്ത് വേറെ പേര് ഞാൻ മറന്നു. നല്ല നല്ല ബർഗറായിരുന്നു, ചിക്കൻ ബർഗറായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഗെയിമിൻ്റെ സെക്ഷനിലോട്ട് പോയി. അപ്പം ഇതിൽ ഒരുപാട് ഗെയിംസ് ഉണ്ട്. അപ്പോൾ ഞാൻ അവൾക്ക് 1-2 എണ്ണത്തിലേ കയറാൻ ആകെ പറ്റുള്ളൂ, ബാക്കിയൊക്കെ പേടിയാണ്. പക്ഷേ ഇവിടെ അങ്ങനെ 1-2 എണ്ണത്തിലോ കയറുന്ന ഓപ്ഷൻ ഇല്ല. ആ ഗെയിം കാർഡിലുള്ള മൊത്തം സംഭവങ്ങൾ മൊത്തം പാക്കേജായിട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ അതിൻ്റെ ആവശ്യം ഇപ്പം ഇല്ല, കാരണം ഞാനത് എടുത്തിട്ട് ഇനി എടുത്തൊന്നും ചിലപ്പോൾ അങ്ങോട്ട് പോവുകയുമില്ല. അതുമാത്രമല്ല, ഞാനത് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് നഷ്ടമാവും. അതിൽ 2000 രൂപ 1800 രൂപ അങ്ങനെ എന്തോ ആണ്. ആകെ അമ്മൂട്ടിക്ക് ആ കറങ്ങുന്ന ഊഞ്ഞാലിലും ആ പോകുന്ന ഒരു വണ്ടി പോലൊരു സംഭവം ഉണ്ട്, അതിലേ കയറേണ്ട ആവശ്യമുള്ളൂ. അതിനുവേണ്ടി ഞാൻ ഈ ഫുൾ പാക്കേജ് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അമ്മൂട്ടിയോട് ഞാൻ പറഞ്ഞു, അമ്മൂട്ടി ഇത് 2 എണ്ണത്തിൽ കയറാനായിട്ടുള്ള സംഭവം എടുക്കാൻ ഇവിടെ ഓപ്ഷൻ ഇല്ല. പിന്നെ എന്താണാവോ കക്ഷി കാര്യം പറഞ്ഞപ്പോൾ മനസ്സിലായി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടേക്ക് കറങ്ങി നടന്നു. എല്ലാ ഗെയിമുകൾ എന്താണെന്നൊക്കെ ആശാദി നോക്കി നടന്നു. മമ്മി പിന്നാലെ നടന്നു. ആക്ച്വലി അമ്മൂട്ടി ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ പോകുന്നുണ്ട്, മമ്മി ഇങ്ങനെ പിന്നാലെ നടപ്പുണ്ട്. അമ്മൂട്ടിക്ക് ഇതെല്ലാം അറിയാവുന്നതാണ്, മമ്മി കാണുകയാണ്. അതാണ് അവസ്ഥ. മമ്മിയും ഇപ്പം ഇങ്ങോട്ട് വന്നിട്ട് കുറേ നാളായിട്ടോ. ആക്ച്വലി മമ്മി PG ചെയ്തത് എറണാകുളം ഡിസ്ട്രിക്റ്റിലായിരുന്നു. അപ്പോൾ അവിടുത്തെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു 2016 കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾ ഈ ലുലു കറങ്ങലത്തിൽ കൂടുതലായിരുന്നു കേട്ടോ. ആ സമയത്തൊക്കെ ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഏരിയയിലോട്ട് അത്ര അങ്ങോട്ട് വരാറില്ല. പിന്നെ ഞാൻ പ്രൊജക്റ്റ് ചെയ്ത് കളമശ്ശേരിയിലായിരുന്നു. അപ്പോൾ ആ സമയത്തും അവിടെയൊക്കെ ഒരുപാട് നമ്മൾ എന്തെങ്കിലും അത്യാവശ്യം ചെറിയ ഐറ്റംസൊക്കെ ഷോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ലുലു ഹൈപ്പർ മാർക്കറ്റിലൊക്കെ വരാറുണ്ട്.
ഇപ്പം കുറേ നാളായിട്ട് ഞാൻ ഭാഗത്തോട്ടേ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം അമ്മൂട്ടിക്ക് പറഞ്ഞപ്പോഴാണ് ഞാൻ ശരിയാണല്ലോ, പണ്ട് മമ്മി പോയിരുന്ന സ്ഥലമാണ്, മമ്മി ഒറ്റയ്ക്ക് പോയിരുന്ന സ്ഥലമാണ്. അങ്ങനെ ഫ്രണ്ട്സ് ഇല്ലെങ്കിലും മമ്മിക്ക് അത്യാവശ്യം ഷോപ്പിങ്ങിനൊക്കെ മമ്മി പോയിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇപ്പോൾ അമ്മൂട്ടിയുടെ ആഗ്രഹമല്ലേ, നടക്കട്ടെ എന്ന് വിചാരിച്ചു. സാധാരണ എനിക്കിങ്ങനെ ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങാനായിട്ട് മടിയാണ്, പ്രത്യേകിച്ച് ഒറ്റയ്ക്ക്. പപ്പയും അച്ഛമ്മയും ബിസിയാണ്, അവർക്ക് മാളി വരാൻ നേരമില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇതൊരു ചാൻസാണ്, ഞാനല്ലെങ്കിൽ ഒറ്റയ്ക്ക് കൊണ്ടുപോകണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു അവരങ്ങോട്ട് പോയിക്കോട്ടെ, മമ്മിക്കും അമ്മൂട്ടിക്കും ഇങ്ങോട്ട് പോവാമെന്ന്. പിന്നെ അമ്മൂട്ടിക്ക് ഇഷ്ടമുള്ള ഒരു ചോക്ലേറ്റ് ഷേക്കും ഒരു ചിക്കൻ ബർഗറൊക്കെ ഞങ്ങൾ കഴിച്ചു. അത് കഴിഞ്ഞ് കുറേ നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അപ്പുറത്തൊരു ഫുഡ് കോർട്ട്. അപ്പോൾ അമ്മൂട്ടി പറയാ, അയ്യോ നമുക്ക് അവിടെ കയറണ്ടായിരുന്നു, ഇവിടെ കയറിയാൽ മതിയായിരുന്നു എന്ന്. ബെസ്റ്റ്. ആ, ഇനി ഫുഡ് കോർട്ടുകൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഇനി അപ്പുറത്തെ സൈഡിൽ ആവശ്യത്തിലധികം ഫുഡ് കോർട്ടുകളുണ്ട്, ആ കാര്യം അമ്മൂട്ടിക്ക് അറിയില്ലല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും റൈഡുകളൊക്കെ നടക്കുന്ന സംഭവത്തിൽ ഒന്നും കൂടി കയറി. ആക്ച്വലി ഇവരുടെ ഗെയിം കാർഡ് വളരെ വേർത്താണ്, പക്ഷെ നമ്മുടെ അമ്മൂട്ടി ഇതിലൊന്നും കയറാത്തത് കൊണ്ട് നമുക്കതെടുക്കുന്നത് വമ്പൻ നഷ്ടമായിരിക്കും. ആകെ അമ്മൂട്ടിക്ക് അവിടെ ഒരു ടോയ് കാർ പോലൊരു സംഭവമുണ്ട്, ആ ടോയ് കാറിലൊരു ടോയ് ട്രെയിൻ, അതിൽ കയറണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, അമ്മൂട്ടി നമ്മുടെ സെൻട്രൽ മാളിൽ ഇതുണ്ട്, അവിടെ ഒറ്റയ്ക്ക് ഓരോന്നിന് മാത്രമായിട്ട് നമുക്ക് കയറാൻ പറ്റും, ഇവിടെ അത് പറ്റൂല. പിന്നെ ആൾ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു. മമ്മിയെ പ്രോമിസ് പാലിക്കുകയും ചെയ്തിട്ടോ. ഞങ്ങൾ കൊടുങ്ങല്ലൂർ എത്തിയിട്ട് നെക്സ്റ്റ് വീക്കിൽ തന്നെ ഞങ്ങൾ പോയിട്ട് അതിലൊക്കെ കയറി ഗെയിം കളിച്ചു. പിന്നെ ഞങ്ങൾ ഒരു കാറിലൊക്കെ കയറി ഒരു കറക്കൊക്കെ കറങ്ങി മാൾ മൊത്തം. ആൾ ഹാപ്പിയാണ്. പിന്നെ ഓരോ കുട്ടികൾക്ക് ഓരോരോ ആഗ്രഹങ്ങളല്ലേ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിതേ കുറേ ഫുഡ് കോർട്ടുകൾ കണ്ടപ്പോൾ അമ്മൂട്ടി എന്നോട്, അമ്മ ഇവിടെയൊക്കെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, നടന്നോ, മമ്മിക്ക് ഇതൊന്നും കഴിക്കാനുള്ള വയറില്ല, അമ്മൂട്ടിക്കും ഇല്ല, എന്ത് വാങ്ങിയാലും ഇനി വേസ്റ്റ് ആവും. ഞങ്ങൾ പോയത് ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ്. ലുലു ഹൈപ്പർ മാർക്കറ്റ് കണ്ടതും അമ്മൂട്ടി നമ്മുടെ തുരപ്പം കൊച്ചിനയുടെ വീട്ടിൽ കയറിയ ബിന്ദുപ്പണിക്കാരുടെ അവസ്ഥയാണ്. ഈശ്വരാ, ഞാൻ എന്തൊക്കെ എടുക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ നമ്മളൊന്നും വാങ്ങാൻ പോകുന്നില്ല. അതുകൊണ്ട് പിന്നെ ആൾ വലിയ പ്രശ്നമൊന്നും ചെയ്തില്ല കേട്ടോ. പിന്നെ ആൾക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട കുറച്ച് കളർ പെൻസിലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചു, ഓൾറെഡി ബില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളവിടെ നിൽക്കുമ്പോൾ തന്നെ പപ്പ വിളിച്ചു, നിങ്ങൾ എവിടെയാണ്, പപ്പ എത്താറായി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ വേഗം തന്നെ പുറത്തോട്ട് ഇറങ്ങി. അപ്പം ആക്ച്വലി ഒരു ഫ്ലോറും കൂടി ഞങ്ങൾക്ക് കാണാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ജസ്റ്റ് വെറുതെ ലിഫ്റ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി കേട്ടോ. അതൊന്നും ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല, വീഡിയോ എടുക്കാൻ ആക്ച്വലി മറന്നുപോയി ഗൈസ്. ഇപ്പോൾ ഞങ്ങളിത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ചോക്ലേറ്റ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് ചോക്ലേറ്റ്സൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വേഗം അവിടെ നിന്ന് പാർക്കിംഗ് ഏരിയയിലോട്ട് പോയി. ദെൻ അങ്ങനെ ഞങ്ങൾ ലുലുവിനോട് ബൈ ബൈ പറഞ്ഞ് പോവാണ് ഗൈസ്. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് പിന്നെ കാണാം. ബൈ.